ഹായ് ഹലോ നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചെകുത്താൻ എന്നുള്ള ആ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ ചെകുത്താൻ്റെ ഒരു ദിവസം മുമ്പ് ഒരു സമരമുറയും ബാക്കി കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ അതിനകത്ത് നമ്മൾ ആദ്യ പോർഷനിൽ പോലീസുകാരുടെ കുറേ വാക്കുകളൊക്കെ, അതും CI വളരെ തെറ്റായിട്ടുള്ള കുറേ കാര്യങ്ങൾ CI അവിടെ കാണിച്ചു കൂട്ടുന്നുണ്ടായിരുന്നു. ലീഗലി വളരെ തെറ്റായിട്ടുള്ള കാര്യമാണ്. CI പെടുമെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ഇതേപോലൊരു കേസിൽ ഞാനും ഈ പറയുന്ന സ്ഥലത്ത് പോയി ഇവർ അറസ്റ്റ് എന്നുള്ള രീതിയിൽ ഇദ്ദേഹം വെളിയിൽ വിടുകയും എൻ്റെ ഒരു ഫോട്ടോ ഞാൻ അറിയാതെ എടുത്ത് പുറത്തുവിടുകയൊക്കെ ചെയ്തു. സാറും പെടും കാര്യം ലീഗലി ഉള്ള കാര്യങ്ങൾ അവിടെ ഒരു ഇത് പറഞ്ഞു. അന്ന് തന്നെ എന്നോടും കുറേ ആൾക്കാർ പറഞ്ഞാണ് സാറും പെടും. ഞാനറിയാതെ എൻ്റെ ഫോട്ടോ എടുത്ത് അതും പോലീസ് കസ്റ്റഡി എന്ന് നിങ്ങൾ പറയുന്നത് കസ്റ്റഡി അല്ല, ഓക്കെ. പിന്നെ കസ്റ്റഡിയിലെടുത്ത ഒരാളെ ഒരിക്കലും അറസ്റ്റ് എന്നുള്ള രീതിയിൽ വെളിയിൽ അഭ്യൂഹം വിട്ടിട്ട് നിങ്ങളതിനെ എതിർത്തില്ല. രണ്ടാമത്തെ കേസ് അല്ല, പിന്നെ അടുത്ത കാര്യം, ഒരാൾക്കെതിരെ ഒരു വ്യക്തിയുടെ അനുവാദമില്ലാതെ ഫോട്ടോ എടുത്ത് വിടാൻ പോലീസിനെന്നല്ല ഒരു നാറിക്കും അനുവാദമില്ല. ഇത് അറിയില്ല. അത് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നടന്നിരുന്നു. അപ്പോൾ പണമുള്ളവന് വേണ്ടി നാഗത്തരം കാണിക്കുക, അതൊരു യൂട്യൂബറാണെങ്കിൽ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില പോലീസ് ഏമാന്മാരുടെ ചെറ്റത്തരങ്ങൾ, അത് ചില CIമാരുടെ, അത് സീരിയസ് ആയിട്ടും പറയുന്നത്, ചില CIമാരുടെ ചെറ്റത്തരങ്ങൾ. പിന്നെ എൻ്റെ വിഷയത്തിൽ എൻ്റെ വീട്ടിൽ അവർ കയറി വരെയൊക്കെ ചെയ്തിരുന്നു. എന്തിൻ്റെ കാര്യത്തിൽ എന്നെ വിളിച്ചാൽ ഞാൻ പോകാത്ത ആളാണോ? ഈ പറയുന്ന ഒരു കേസിൽ ആസ്പദമായ ഒരു സ്ഥലത്ത് കേസ് കൊടുക്കുകയെങ്കിൽ അവരാദ്യം നമ്മളെ വിളിക്കണം. എൻ്റെ കേസിൽ ഈ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ടില്ല. ഏതാ ഈ അയിരൂർ എന്ന് പറയുന്ന പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ വിളിച്ചിട്ടില്ല, നേരിട്ടോ അല്ലാതെയോ വിളിച്ചിട്ടില്ല. അതിനുശേഷം അഞ്ചൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് എന്നെ ഒരു പ്രാവശ്യം വിളിച്ചു. ഞാൻ ഹാജരായി. രണ്ടാമത് എന്നെ വിളിക്കുന്നു. ഞാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല, അടുത്ത ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നെ തിരക്കി വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോയപ്പോൾ എനിക്ക് ദേഷ്യമായി. ഞാൻ പോയി ചോദിച്ചു, അവർ വരണമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് നിർബന്ധമാണ്, വരാമെന്ന് പറഞ്ഞു. അവിടെ പോയി ചെന്നിട്ട് പിന്നെ നടന്ന നാടകങ്ങൾ, ചിലരോട് ഫോണിൽ സംസാരിച്ചുകൊണ്ട് മിസ്റ്റർ CI വെളിയിൽ പോയി ചിലരോട് ഇത് പറയുകയും, പിന്നെ ചില സ്വന്തമായിട്ട് എഴുതി വെച്ച ചില കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ഒപ്പിടിപ്പിക്കാനുള്ള കുറേ പ്ലാനും കാര്യങ്ങളും, ഞാനവിടെ കുറേ വഴക്കൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊക്കെ അവിടുത്തെ കോടതിയിൽ പറയുമ്പോൾ അവിടുത്തെ ക്യാമറ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞാൻ വെളിയിൽ വന്ന് സംസാരിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട്. ഞാൻ അറിയാത്ത കാര്യങ്ങൾ എൻ്റെ മൊഴി എന്നുള്ള രീതിയിൽ ഇതാക്കുകയും എന്നെ ചില കാര്യങ്ങളിൽ ഭീഷണിപ്പെടുത്തുകയും, പിന്നെ അവിടുന്ന് വെളിയിൽ പോകാൻ 24 മണിക്കൂറിനടുത്ത് എന്നെ പോലീസ് സ്റ്റേഷനിൽ നിർത്തുകയും, വെളിയിൽ പോകാൻ നേരം ഇതുപോലുള്ള എന്താ പറയുന്നത് കുറേ ഭീഷണിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു. നീ പെടും പിന്നെ പെടും സാറേ പെടും. അപ്പോൾ അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാക്കിയിട്ട് സാറന്മാർ വലിയ ആളായി. നമുക്കപ്പോൾ അവിടെ നിന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, ഒന്നാമത്തെ കാര്യം ഞാൻ 24 hours ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന് ഏകദേശം 24 hours ആയിരുന്നു. ഞാൻ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചിട്ട് പിറ്റേന്ന് അന്നത്തെ ദിവസമൊന്നും കഴിച്ചിട്ടില്ല. എന്നിട്ട് ഇവർ അതിനുള്ള ഒരു ഇതും ചെയ്തില്ല. വാങ്ങിച്ചുകൊണ്ട് വന്ന ഫുഡ് പോലും പോലീസുകാർ വാങ്ങിച്ചു വെക്കുമായിരുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ, കാര്യം എനിക്കും താല്പര്യമില്ലായിരുന്നു. എന്നിരുന്നാലും വാങ്ങിച്ചുകൊണ്ട് വന്ന എനിക്ക് ഫുഡ് വാങ്ങിച്ചുകൊണ്ട് വന്നത് വരെ വാങ്ങി വെക്കുന്ന ഒരു രീതിയിലേക്ക്, അതായത് ചിലർക്ക് ഫേവറിസം ചെയ്യുന്ന കണക്ക്. പോലീസ് സ്റ്റേഷൻ അതിനുള്ളയാണോ സാറേ? ഇതേ കാര്യം തന്നെയാണ് ചെകുത്താൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുന്നത്. ഈ നാറിയ പ്രവൃത്തി, യൂട്യൂബർ എന്ന് കാണുമ്പോൾ ഉള്ള ഈ നാറിയ പ്രവൃത്തി ചില പോലീസുകാരിൽ നിന്നുണ്ടാകുന്നത് അങ്ങേ അറ്റം മോശമായിട്ടുള്ള കാര്യമാണ്. ഇവന്മാരാരും, ഈ വലിയ യമന്മാരാരും ഭൂമിയിൽ നിന്ന് തന്നെ ജനിച്ചു വന്നത്. ഓക്കെ, അപ്പം ഈ ഒരു കാര്യം. പിന്നെ ഇവിടെ അജു, അതായത് ചെകുത്താൻ പറയുന്നത് കുറേ കാര്യമായിട്ടുള്ള കാര്യമുണ്ട്. ഇവിടെ മോഹൻലാലാണോ കേസ് കൊടുത്തത്? അമ്മയ്ക്ക് എന്ത് വകുപ്പിൽ മോഹൻലാലിനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാൻ പറ്റും? അങ്ങനെ നിയമമില്ല. അങ്ങനെ നിയമം ഉണ്ടെങ്കിൽ അത് പോലീസുകാർ കാണിച്ചു കൊടുക്കണം. ഇതിന് ശരിക്കും പോലീസുകാർ. പിന്നെ ഏഷ്യാനെറ്റ് നിരന്തരമായി ഫേക്ക് വീഡിയോസ് ഇട്ടു. തെറ്റ് തന്നെയാണ്. അതെന്താ ഏഷ്യാനെറ്റിന് കൊമ്പുണ്ടോ? എന്ത് നാറിത്തരവും പറയുക, എന്ത് ചെറ്റത്തരവും പറയുക. പിന്നെ ഒരാളെ അറസ്റ്റ് എന്ന് പറയുന്ന ഒരാളെ, എൻ്റെ കാര്യത്തിലും ഇവിടെ അറസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു സംഭവം, എങ്ങനെ ഒരു വ്യക്തി
ഒരു വ്യക്തിയെ ഈ പറയുന്ന മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ കൊണ്ടാക്കാതെ അറസ്റ്റ് എന്നുള്ളൊരു വകുപ്പ് ഇടാൻ പറ്റുമെന്ന് ആദ്യ പോലീസുകാരൊന്ന് പറഞ്ഞു കൊടുക്കും. അങ്ങനെ സംഭവമില്ല. കാര്യം ഒരു അറസ്റ്റ് പൂർണ്ണമാകുന്നത് മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോൾ മാത്രമാണ്. ഒരു മെഡിക്കൽ എടുത്താൽ പോലും ഇല്ല. മെഡിക്കൽ കഴിയുമ്പം ഇതാവുന്ന അങ്ങനെ ഒരു ബുദ്ധിയും വിവരമില്ലാത്ത കുറേ പോലീസുകാർ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അറസ്റ്റ് എന്ന് പറയുന്ന സാധനം. പിന്നെ ഈ മൊബൈലും മറ്റുമൊക്കെ വാങ്ങിച്ചു വെക്കുന്നത് ആക്ച്വലി ഇങ്ങനെയുള്ള കേസുകൾക്ക്, അതായത് ഇങ്ങനെയുള്ള കേസുകൾക്ക് CMB ഇട്ടിട്ട് ആളെ അറിയിച്ച് വേണം, ആളുടെ അനുവാദത്തോടെ വേണം ഈ പറയുമാതിരി മൊബൈലും മറ്റു സാധനങ്ങൾ എക്യുപ്മെൻറ്റും വാങ്ങി വെക്കാൻ. ഇവിടെ പുള്ളിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതും എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതും പോലീസിൻ്റെ നിന്നുള്ള തെറ്റായിട്ടുള്ള കാര്യമാണ്. കാര്യം നിയമം അത് പറയുന്നില്ല. ഇതിൻ്റെ പേര് പറഞ്ഞ് പലരുടെയും ഫോൺ വാങ്ങിച്ചു വെച്ചു, എനിക്കറിയാം. അപ്പം അതിലൊന്നും ഞാൻ ഉൾപ്പെടുത്താത്ത പേരുകളെ വെച്ച് ഷാലിച്ചേട്ടൻ്റെ ഫോണിന് വേണ്ടി വിളിക്കുന്നുണ്ട്, വിവിയുടെ ഫോണിന്. ഞാൻ ഇവരുടെ ആരുടെയും പേര് അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പലരുടെയും ഫോണിന് വേണ്ടി സാറന്മാർ ഒത്തിരി പെടയുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു കുന്തവും നടക്കില്ല. എനിക്കറിയാം സാറന്മാർ നിയമത്തിൻ്റെ അങ്ങേ അറ്റം വരെ പോകും, കളിക്കട്ടെ. അപ്പം ഇതേ കാര്യം തന്നെ ചെകുത്താൻ്റെ കേസിലും, ഇതിപ്പോൾ പറയണമെന്ന് തോന്നിയോണ്ട് പറയുന്നത്, ചെകുത്താൻ്റെ കേസിലും ഇത് തന്നെയാണ് സംഭവിച്ചത്. ചെകുത്താൻ്റെ കേസിലും ഭയങ്കരമായിട്ട് ഈ പോലീസുകാർ ചിലരെ ഫേവർ ചെയ്ത്, ചില കാശുള്ളവർക്ക് വേണ്ടി ഫേവർ ചെയ്ത് പണത്തിൻ്റെ മണ്ടയിൽ ഈ പറയുമാതിരി ഫോട്ടോയും മറ്റു കാര്യങ്ങൾ അയച്ചു കൊടുക്കുന്നു. അയാളുടെ പോലീസ് സ്റ്റേഷൻ അകത്ത് നിൽക്കുന്ന ഫോട്ടോ ഒരിക്കലും എടുക്കാൻ പാടില്ല. അങ്ങനെ അതിനകത്ത് ഫോൺ യൂസ് ചെയ്യാൻ പോലും പാടില്ല എന്ന് കർശനമായ നിയമം ഉള്ള സമയത്ത് തന്നെ പോലീസ് ഇത്തരം പരിപാടികൾ ചെയ്യുന്ന നാർത്തരമാണ്. അപ്പോൾ കേരള പോലീസിനകത്ത് ഇത്തരം ചില നാറികൾ, അത് ഈ പറയുമാതിരി DFI DSP അങ്ങനെ SP അങ്ങനെയുള്ള ആൾക്കാരൊന്നുമല്ല. ഇവന്മാർക്കൊന്നും ഈ കടിയൊന്നുമില്ല. 10 കാശ് കണ്ടു കഴിഞ്ഞ് അങ്ങോട്ട് പോകുന്നതൊന്നുമില്ല. ഈ ഒരു CA റാങ്ക് ആ ഒരു ലിസ്റ്റിലുള്ള ചില നാറികളും പിന്നെ ചില എഴുതാനും വായിക്കാനൊക്കെ ഇരിക്കുന്ന ചില നാറികളും ഇവന്മാർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റാണ്. അപ്പോൾ എനിക്ക് ഇത് അയിരൂർ പോയപ്പോഴും എനിക്ക് തോന്നിയ കാര്യമാണ്. പിന്നെ എന്താ പറയുന്നത്, പിന്നെ തുടർന്ന് പോട്ടെന്ന് വിചാരിച്ചു, നാടകമല്ലേ. പിന്നെ പെട് ഇതിനകത്ത് എന്താണ് മാക്സിമം എന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ടൊന്നും പറയില്ല. പിന്നെ ഡീഫമേഷൻ ആണെങ്കിൽ പൈസ ഇങ്ങോട്ട് കിട്ടത്തേ ഉള്ളൂ, മനസ്സിലായില്ല. ഡീഫമേഷൻ്റെ ആണ് എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ചെയ്തെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തത് അവർ കാണിക്കണം. ഓൾറെഡി അറസ്റ്റ് ചെയ്ത് മജിസ്ട്രേറ്റിൻ്റെ കയ്യിൽ നിന്ന് അറസ്റ്റ് ആയി എന്നുള്ള കാര്യം അവർ കാണിക്കണം. അപ്പം ഇത് ഡീഫമേഷൻ അല്ല എനിക്കെതിരെയും വന്നിരിക്കുന്നത്. ഇത് അജുവിനെതിരെ ഇത് വന്ന കണക്ക് തന്നെ. പിന്നെ പോലീസ് സ്റ്റേഷനിലെ ഇതനുസരിച്ചാണെങ്കിൽ ഒരു FIR എഴുതി 4 മുതൽ 6 മണിക്കൂറിനകം പ്രതിയെ വെളിവിടേണ്ടതാണ്. ഇത് അജുവിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല, എൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതുപോലുള്ള നാറിത്തരങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇത് കോടതിയിൽ ചെല്ലുമ്പോൾ ഇതിൻ്റെ ആനുകൂല്യം ഈ പ്രതി എന്ന് നിങ്ങൾ എഴുതി വെച്ചേക്കുന്നവർക്ക് കിട്ടുമെന്നുള്ള കാര്യവും സാറന്മാരവിടെ നിന്ന് വെള്ളം കുടിക്കേണ്ട വരുമെന്നുള്ള കാര്യവും ഒരു ദിവസമെങ്കിലും ഈ CAയും SIയും CAയും SIയും ഈ പറയുന്ന അവിടെ നിന്ന് അത്രയും കോൺസ്റ്റബിൾമാരും എന്താ പറയുന്നത് കോടതി വരെ എന്തെങ്കിലും നിൽക്കേണ്ടി വരുമെന്നുള്ളതും സന്തോഷമുള്ള കാര്യമാണ്. കാര്യം എന്താണെന്ന് അറിയുമോ, നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിൻ്റെ പുറത്ത്. പിന്നെ നിങ്ങളും ഈ വാദി എന്ന് പറയുന്ന ആളുമായിട്ട് ആ സമയത്ത് സംസാരിച്ചിരുന്ന ഫോൺ സംഭാഷണങ്ങൾ മൊത്തം എടുപ്പിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ അജുവിനും ചെയ്യാം. അജു ഇവിടെ പറയുന്നുണ്ട് കൃത്യമായിട്ട് സിദ്ദിഖ്, മോഹൻലാൽ, ബാക്കി ആൾക്കാരൊക്കെ വിളിച്ചുകൊണ്ടിരുന്നു എന്നുള്ളത്. കുടുങ്ങും സാറേ, പെട്ടും. സാറിന് നിയമം അറിയില്ലെങ്കിൽ പുതിയ ആക്റ്റും കൂടെ ഒന്നെടുത്ത് വെച്ച് നോക്കുക. പഴയ ആക്റ്റിലും അങ്ങനെ തന്നെ, പഴയ CRPസിലും പുതിയ CRPസിലും 121 ഉള്ളൂ, അല്ല 123 പോലും ഉള്ള നിയമങ്ങൾ എങ്ങനെയാണെന്ന് ആദ്യം ഒന്ന് വായിച്ച് നോക്കുക. പിന്നെ 123 ഒന്നും ഇടാൻ വേണ്ടി ഒരു തെറ്റും ഈ പറയുമാതിരി ചെകുത്താൻ ചെയ്തതായിട്ട് എനിക്കും തോന്നുന്നില്ല. ഈ പറയുമാതിരി എൻ്റെ കേസിലും ഈ 123 ഇല്ല കാണാൻ. അങ്ങനെ വകുപ്പിൽ അവിടെ ചെന്ന നിലനിൽക്കാത്ത കേസുകളാണ്. ഇനി ഉണ്ടോ ഇല്ലയെന്ന് എനിക്കറിയില്ല. എനിക്കെതിരെ എന്തൊക്കെ വകുപ്പാണ് അവരെഴുതി വെച്ചിരുന്നത്. പ്രത്യക്ഷത്തിൽ ഒരാളെ പ്രത്യക്ഷമായി ഉപദ്രവിക്കുകയും നിരന്തരം ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനാണ് 123 ആക്ട് ചെയ്യുന്നത്. അഭിപ്രായങ്ങൾ പറയുന്നതിനൊന്നും ബാധകമല്ല. നമുക്ക് നമ്മളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യമുണ്ട്. അസഭ്യം പറയാൻ എന്നുള്ള രീതിയിലും എന്താ പറയുന്നത്, അസഭ്യം പറയാനും
അസഭ്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടേതായ ലോജിക്കൽ കാര്യങ്ങൾ പറയാനുള്ള എല്ലാ റൈറ്റ്സും ഉണ്ട്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും ഈ കാര്യങ്ങൾ മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ. ഇനി ഒരു കാര്യം കൂടെ പറയണ്ട, ഇനി യൂട്യൂബേഴ്സ് ഇങ്ങനെ വരുമ്പോൾ കൃത്യമായി കർശനമായി ചോദ്യം ചെയ്യണം ഇതേ കണക്കുള്ള കാര്യങ്ങൾ. തോന്നിവാസം കാണിക്കാൻ വേണ്ടി ഇത് ഒരുത്തൻ്റെയും തന്തയുടെ വകയല്ല. ഈ ഇന്ത്യ ഇത് ഞാനും നീയും അടങ്ങുന്ന യൂട്യൂബേഴ്സും എല്ലാവരും അടങ്ങുന്ന എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുള്ള ഒരു പണക്കാരൻ്റെയും മുമ്പിൽ അടിയുറവ് വെക്കാത്ത, ഒരു ഫെയിമുള്ളവൻ്റെ മുമ്പിൽ അടിയുറവ് വെക്കാത്ത ഇന്ത്യയിൽ ജീവിക്കാനുള്ള എല്ലാ റൈറ്റ്സും കൊണ്ട് ഇവിടുത്തെ നിയമം പാലിച്ചുകൊണ്ട് ഇവിടുത്തെയും പോലീസുകാർ പോകാൻ വേണ്ടി. അപ്പോൾ ഇത്തരം തന്തയില്ലായ്മകൾക്കെതിരെ യൂട്യൂബേഴ്സ് ആയാലും പ്രതികരിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ നാളെ നിങ്ങളും പെട്ടിടക്കുമ്പോൾ അവിടെ കിടക്കുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ പറയാനുള്ളൂ. താങ്ക് യു ഓൾ, താങ്ക് യു ഫോർ വാച്ചിങ്, ബൈ.